വൈ ഫ്രിക്ഷൻ ഈസ് കോൾഡ് എ നെസസറി ഈവിൾ? എന്തുകൊണ്ടാണ് ഫ്രിക്ഷനെ ഒരു അനിവാര്യമായ ഒരു ചെകുത്താൻ എന്നൊക്കെ വിളിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, അതിനുള്ള കാരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊരു പരസ്യം കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു കുട്ടി അമ്മയെടുത്ത് ചോദിക്കുന്ന സൈക്കിൾ അഗർബത്തിയുടെ പരസ്യമാണെന്ന് തോന്നുന്നു. അമ്മേ ദൈവമില്ലായിരുന്നെങ്കിലോ? അങ്ങനെ ചോദ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാവരും ചിലപ്പോഴൊക്കെ പരസ്യം കാണുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം ഇങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ പിന്നെ അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, ഈ ഒരു തേങ്ങ കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കും, ഈ തേങ്ങയ്ക്കകത്തൊക്കെ ആര് വെള്ളം നിറയ്ക്കും എന്നൊക്കെ ചോദിക്കുന്നതാണ്. കേട്ടിട്ടില്ലേ അത്? ദൈവം ഇല്ലായിരുന്നെങ്കിലോ എന്ന് ചോദിക്കുന്നതായിട്ടില്ല. അതുപോലെ നമ്മളിന്ന് ചോദിക്കുകയാണ്, ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിലോ എന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുപോകാം. നമ്മളെല്ലാവരും നടക്കാറുണ്ടല്ലേ? വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? വാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രൗണ്ടിലൊരു നമുക്കൊരു ഗ്രിപ്പ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. ഇത് ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ഒരു ഗ്രിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത്. നോക്കിയേ, നടന്ന് നമ്മളൊരു സ്ലിപ്പറി സർഫസിലെത്തി. ഇതാ സാർ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു സ്ലിപ്പിംഗ് സർഫസിലെത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീഴുന്നത് എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ലെസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ വീണു പോകുന്നത്. ഇതൊക്കെ എന്താണ് ഫ്രിക്ഷൻ്റെ പ്രത്യേകതയാണ്. ഇനി നോക്കിയേ, സാർ ബോർഡിൽ എഴുതുന്നു, ചോക്ക് കൊണ്ട് എഴുതുന്നു. നോക്കിയേ, അവിടെ എന്തുകൊണ്ടാണ് ഇത് ഈ എഴുതുന്നത് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോർഡ് ആൻഡ് ചോക്ക്. ആ ചോക്കിൻ്റെ പീസും ബോർഡുമായിട്ടുള്ള ഫ്രിക്ഷൻ കാരണമാണ് ഇതവിടെ സംഭവിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വണ്ടികൾ പെട്ടെന്ന് വന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, റോഡിൻ്റെ സർഫസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റോഡിൻ്റെ സർഫസ് നമ്മൾ നേരത്തെ പഠിച്ചു, ഇറഗുലാരിറ്റീസ് കാരണമാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് എന്ന് പഠിച്ചു. നോക്കിക്കേ, ആ റോഡൊന്ന് ക്ലോസ് ആയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ടാറിട്ട റോഡൊക്കെ വീട്ടിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, വണ്ടികളുടെ വീലും വെഹിക്കിൾസിൻ്റെ വീലും അതോടെ തന്നെ റോഡിൻ്റെ സർഫസും തമ്മിൽ ഒരു ഗ്രിപ്പ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ദിസ് ഗ്രിപ്പ് ക്രിയേറ്റ് എ ഫ്രിക്ഷൻ. ഈ ഒരു ഇറഗുലാരിറ്റിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രിപ്പാണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇനിയും സാറ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വീട്ടിൽ രണ്ട് കല്ലെടുത്ത് വെച്ച് കെട്ടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? മതിലൊക്കെ കെട്ടിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പം ഇപ്പോൾ ഈ മതിലിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്താ ചെയ്യുന്നത്? സിമെൻറ്റ് വെച്ച് തേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ദാറ്റ് മീൻസ് ടു ബ്രിക്സ് ആർ ഇൻ്റർലോക്കിംഗ് അല്ലേ? അതിൻ്റെ ഇറഗുലാരിറ്റീസ് തമ്മിൽ ഇൻ്റർലോക്ക് ചെയ്ത് വെക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിലെ ഇൻ്റർലോക്ക് തന്നെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? തറയിലൊക്കെ മുറ്റത്തൊക്കെ ഇടുന്ന ഇൻ്റർലോക്ക്, അതൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ദാറ്റ് മീൻസ് രണ്ട് ഇറഗുലാരിറ്റീസ് തമ്മിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് കാരണം. ഇനിയും ഏറ്റവും വലിയ എക്സാമ്പിൾ, നിങ്ങൾ ഭിത്തിയിൽ ആണി അടിച്ച് കയറ്റുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിക്കകത്ത് ആണി അടിച്ച് കയറ്റുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി കറണ്ട് പോയി എന്തോ ചെയ്യും? ഇപ്പോഴൊക്കെയാണ് ടോർച്ച് കത്തിക്കും. പണ്ടൊക്കെ ആയിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കുക. മെഴുകുതിരി എടുത്ത് കത്തിക്കുന്നത് എങ്ങനെയാണ്? തീപ്പെട്ടി വരച്ചല്ലേ നമ്മൾ കത്തിക്കുന്ന, യൂസിങ് മാച്ച് ബോക്സ് അല്ലേ? ആ മാച്ച് ബോക്സ് എങ്ങനെയാണ് കത്തുന്നത് എന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. എന്തുണ്ടായതുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. അതാ ആ കുട്ടി എടുത്ത് ഉരയ്ക്കുന്ന ആ സൈഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ആ മാച്ച് സ്റ്റിക്ക് സ്ക്രാച്ച് ചെയ്യുന്ന ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ദ സ്റ്റിക്ക് ആൻഡ് ദ സർഫസ് മേക്ക് എ ഫ്രിക്ഷൻ. അവിടെ എന്ത് സംഭവിക്കുന്നു? ആ സ്റ്റിക്കും മാച്ച് സ്റ്റിക്കും സർഫസൂടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് വഴി ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് മൂലമാണ് അവിടെ ആ മാച്ച് സ്റ്റിക്ക് കത്തുക അല്ലേ? ഇതല്ലേ അവിടെ സംഭവിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് സംഭവിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും പറയാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ചെരുപ്പിടുന്നവരാ അല്ലേ? ചെരുപ്പിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചെരുപ്പ് തേഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? ചെരുപ്പിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ചെരുപ്പിൻ്റെ അടി പെതുക്കെ തേഞ്ഞു പോകും. അപ്പോഴേ നമ്മൾ എന്ത് പറയും? നമുക്ക് പുതിയ ചെരുപ്പൊക്കെ വേണമെന്ന് നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. ആ ഗ്രൗണ്ടും നമ്മൾ തമ്മിലുള്ള ഫ്രിക്ഷനാണ് ഇതിന് കാരണം. ഇനി മെഷീനറീസ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. ഇതുപോലത്തെ സാറ് സ്ക്രീനിൽ കാണിക്കുന്ന പോലത്തുള്ള മെഷീനറീസ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. അവിടെയും എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? ഈ ഫ്രിക്ഷൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. നോക്കിയേ, അത് ഇച്ചിരി കൂടെ ക്ലോസ് ആയിട്ട് ഞാൻ എടുത്ത് കാണിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നോക്കിയേ, ആ ഫ്രിക്ഷൻ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇനി വണ്ടി വന്ന് സഡനായി ബ്രേക്ക് ചെയ്യുമ്പോൾ അത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ സഡനായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഉരഞ്ഞ് തേഞ്ഞ് ടയർ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് സൈക്കിളിലൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് പിടിച്ചാൽ ടയർ പെട്ടെന്ന് വിയർ ആൻഡ് ടിയർ സംഭവിക്കും, തേഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു, ഹൗ ടു ഇൻക്രീസ് ആൻഡ് റെഡ്യൂസ് ഫ്രിക്ഷൻ. എങ്ങനെ ഫ്രിക്ഷനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഹൗ ടു ഇൻക്രീസ് ആൻഡ് റെഡ്യൂസ് ഫ്രിക്ഷൻ. എങ്ങനെ ഫ്രിക്ഷനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ ഗ്ലാസ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ.
ഈ ഗ്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എടുത്ത് കയ്യിൽ പിടിക്കുന്നു എന്ന് വിചാരിക്കുക. ഗ്ലാസ് എടുത്ത് കയ്യിൽ പിടിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ടൈറ്റായിട്ട് ആ ഗ്ലാസ്സിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നോക്കിയേ, കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട്, നന്നായിട്ട് ആ ഗ്ലാസ്സിനകത്ത് ഓയിൽ പുരട്ടിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കയ്യിലൊന്ന് എടുത്ത് പിടിച്ചു നോക്കിക്കേ. ഗ്ലാസ് തറയെ വീഴും, ഗ്ലാസ് പൊട്ടും ഒക്കെ ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതൊക്കെ കാണിക്കുന്നത്, ഇവിടെയൊക്കെ കാണിക്കുന്ന ഓരോ എക്സാമ്പിൾ, ഏറ്റവും വലിയ എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. ഒരു റഫ് സർഫസിലാണ്, വളരെ പരുക്കനായിട്ടൊരു സർഫസിലാണ് നിങ്ങൾ ഡെസ്ക് നീക്കുന്നത് എങ്കിൽ അത് പെട്ടെന്ന് നീങ്ങുമോ? ഇല്ല. അതേസമയം ഒരു സ്മൂത്ത് സർഫസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡെസ്ക് എന്ത് ചെയ്യും? ഈസി ആയിട്ട് നീങ്ങുന്നതായിട്ട് കാണാം അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഒരു ഒപ്പോസിങ് ഫോഴ്സാണ്. ഫ്രിക്ഷൻ ഒരു ഒപ്പോസിങ് ഫോഴ്സാണ്. ആ ഒപ്പോസിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? സർഫസിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഫ്രിക്ഷനെ എന്ത് അഫക്റ്റ് ചെയ്യാറുണ്ട്? ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പഠിച്ച ആദ്യത്തെ ഫാക്ടറാണ് എന്ത് വരുന്നു? നേച്ചർ ഓഫ് ദ സർഫസ്. സർഫസിൻ്റെ നേച്ചർ അതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ്. ഇനി നോക്കിയേ, നമുക്കൊന്ന് കണ്ടു നോക്കാം. വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ടു ഇൻക്രീസ് ആൻഡ് റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷനെ ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഷൂ ഒന്ന് എടുത്ത് നോക്കിക്കേ. നമ്മുടെ ഷൂ, ടയറിൻ്റെ ഗ്രിപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഫ്രിക്ഷനെ ഇൻക്രീസ് ചെയ്യാണ്. ഇതൊക്കെ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഫ്രിക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രേക്സ് ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട്? നോക്കിയേ, സൈക്കിളിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വണ്ടി നിൽക്കുന്നു. ദാറ്റ് മീൻസ് യു ആർ ഇൻക്രീസിങ് യുവർ ഫ്രിക്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഏറ്റവും വലിയ എക്സാമ്പിളാണ്, നിങ്ങൾ കബഡി കളിച്ചിട്ടുണ്ടോ? കബഡി കളിക്കുമ്പോൾ എന്ത് ചെയ്യും? സാർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കയ്യിലൊരു സാധനം എടുത്ത് പുരട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈസി ആയിട്ട് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എതിരെ വരുന്ന പ്ലെയറിനെ ഈസി ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കിയേ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. ഇവിടെ ഫ്രിക്ഷൻ ഇൻക്രീസ് ആവുമോ ഡിക്രീസ് ആവുമോ? ഈ ഒരു സിറ്റുവേഷൻ, രണ്ട് സിറ്റുവേഷൻ, നേരത്തെ പറഞ്ഞ ആ സ്മൂത്ത് സർഫസും റഫ് സർഫസും. ഇനിയും ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്, മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. നിങ്ങൾ എല്ലാവരും ക്യാരംസ് കളിക്കുന്നവരാ അല്ലേ? ക്യാരംസ് കളിച്ചിട്ടുള്ളവരാണ്. ക്യാരംസ് ബോർഡിൽ നിങ്ങൾ എന്ത് ചെയ്യും? പൗഡർ ഇടാറുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? കോയിൻ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരംസ് ബോർഡിൽ എന്ത് ചെയ്യുക? പൗഡർ അപ്ലൈ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കോയിൻസ് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരംസ് ബോർഡിൽ പൗഡർ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യു ആർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? റെഡ്യൂസ് ചെയ്യാണ്. എന്ത് റെഡ്യൂസ് ചെയ്യാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാണ്. അതാണ്ടോ സാർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? ഇതാ പൗഡർ അപ്ലൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രിക്ഷനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് ഹൗ യു ആർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ. ഇനി നോക്കിക്കേ, ആ ഡോറിൻ്റെ കേസ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത്. ഇതെപ്പോഴും നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു കേസാണ്. ഡോറ് തുറക്കാൻ ബുദ്ധിമുട്ട് വരിക. എന്ത് സംഭവിക്കുന്ന? ഡോറൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തുറക്കേണ്ടതായിട്ട് വരിക. വന്നിട്ടില്ലേ? ഗേറ്റ് പെട്ടെന്ന് തുറക്കാൻ പറ്റാതായി കാലക്രമേണ അതിന് പഴക്കം വന്ന് ഇയർ ആഫ്റ്റർ ഇയർ തുരുമ്പൊക്കെ അപ്ലൈ ആകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഗേറ്റും ഡോറും ഒക്കെ പെതുക്കി തുറക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യും. കണ്ടിട്ടില്ലേ നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത്? അവിടെ എന്ത് ചെയ്യും? കുറച്ച് ഓയിൽ എടുത്തൊഴിക്കും. അല്ലെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ്, നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നവരാണെങ്കിൽ, പുള്ളി ഉപയോഗിച്ച് വെള്ളം കോരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു പുള്ളിക്കകത്ത് എന്ത് ചെയ്യും? അമ്മ ഗ്രീസൊക്കെ അപ്ലൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഗ്രീസൊക്കെ അപ്ലൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മിഷനറീസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. മിഷനറീസിൻ്റെ എല്ലാ പാർട്ടിലും എന്ത് ചെയ്യാറുണ്ട്? ഗ്രീസ് അപ്ലൈ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? ഗ്രീസ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ആ പാർട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സൈക്കിളിൻ്റെയൊക്കെ ചെയിനിൽ നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സൈക്കിളിൻ്റെ ഈസി മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഓയിൽസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ബാഗ് തരികയാണ്. നിങ്ങളുടെ കയ്യിൽ ഭയങ്കര ഭാരമുള്ളൊരു ബാഗ് തരികയാണ്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഈ ബാഗ് എങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം? ആ ബാഗ് തോളിലിട്ടുകൊണ്ട് ഷോൾഡേഴ്സിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതാണോ എളുപ്പം? അല്ലെങ്കിൽ ഞാൻ ആ ബാഗിന് രണ്ട് വീല് വെച്ച് തരികയാണ്, അങ്ങനെ കൊണ്ടുപോകുന്നതാണോ നിങ്ങൾക്ക് എളുപ്പം? ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കണ്ടോ? അത് നിരക്കി കൊണ്ടുപോകാൻ
അതേ സമയത്ത് അദ്ദേഹം ഒരു വീല് യൂസ് ചെയ്ത സമയത്ത് ഈസി ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റി, പുള്ള് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റി. ദാറ്റ് മീൻസ് യു ആർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ ഡീൽ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും. ഫ്രിക്ഷൻ ചില സമയത്ത് നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് വെരി നെസസറി ഇൻ അവർ ലൈഫ്. ചില സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഈവിൾ. ചില സമയത്ത് വളരെ അത്യാവശ്യമാണ്, ചില സമയത്ത് നമ്മൾക്ക് വേണ്ട എന്ന് തോന്നും. നമ്മൾ ഫോർ എക്സാമ്പിൾ നേരത്തെ കണ്ടു, ഒരു ഡെസ്ക് നിങ്ങൾ റഫ് സർഫസിൽ നീങ്ങുന്ന സമയത്ത്, മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കൂടുതലാണ് അല്ലേ. ആ സമയത്ത് നമുക്ക് ഫ്രിക്ഷൻ വേണ്ട എന്ന് തോന്നും. ഇതുപോലെ ബാഗ് നമ്മൾ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്രിക്ഷൻ എന്ത് ചെയ്യും, വേണ്ട എന്ന് തോന്നും. ഇനി ചില സമയത്ത് ഫ്രിക്ഷൻ ഇല്ലെങ്കിലോ വർക്ക് ചെയ്യില്ല. നോക്കിയേ, ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ, ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ, ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ, ഈസി ആയിട്ട് നിങ്ങൾ സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ദാറ്റ് മീൻസ് ഫ്രിക്ഷൻ ഈസ് ലെസ്. അപ്പോൾ ആ അവസരത്തിൽ ഫ്രിക്ഷൻ വേണം. പോട്ടെ, നേരത്തെ സാർ കാണിച്ചതുപോലെ ഒരു തീപ്പെട്ടി നിങ്ങൾക്ക് കുരയ്ക്കാൻ പറ്റുമോ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ? പറ്റില്ല. ദിസ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. ഇതെല്ലാം എന്തുണ്ടായതുകൊണ്ടാണ്, ഫ്രിക്ഷൻ ഡെയിലി ലൈഫിൽ അപ്ലൈ ആവുന്നത് കൊണ്ടാണ്. ദാറ്റ് മീൻസ് അപ്പോൾ നമ്മൾ ആദ്യം ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ, ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിലോ എന്നിനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയണം, ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ നടക്കും, ഹൗ യു വാക്ക്, എങ്ങനെ നമ്മൾ നടക്കും ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ. ഹൗ വി ബേൺ എ മാച്ച് സ്റ്റിക്ക്, എങ്ങനെ ഒരു മാച്ച് സ്റ്റിക്ക് കത്തിക്കും. ഇതൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്, ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഫ്രിക്ഷൻ ഒരു നെസസറി ഈവിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോർ ദിസ് സെക്ഷൻ. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ വി വിൽ ഡീൽ വിത്ത് വാട്ട് ഈസ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷനെ പറ്റി ഡീൽ ചെയ്യും. ഓക്കെ, താങ്ക് യു. സീ യു ഓൾ.